അതെ, പിന്നെയുണ്ടല്ലോ, ഇത് കാണുന്നവർ വിചാരിക്കും ഏതൊരു ലേഡി ഒരു ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അല്ലേ. അത് ശ്രമം വിജയിക്കുന്നു, കുറച്ച് മുന്നോട്ട് പോകുന്നു, വണ്ടി ഓടിക്കുന്നു, ഒരു ഗ്രൗണ്ടിൽ നിന്ന് ജസ്റ്റ് ഓടിക്കുന്നു. പക്ഷേ ഇത് എനിക്ക് വളരെ പ്രഷ്യസ് ആയിട്ടൊരു കാര്യം എന്താണെന്നറിയോ, ഇത് എനിക്കുള്ള ഒരേ ഒരു കൂടപ്പുറപ്പാണ് കേട്ടോ. അടുത്ത് കണ്ടു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പാണെങ്കിലല്ല, കാണാണ്ട് നിൽക്കുമ്പോൾ ഉള്ളിലൊരു വിങ്ങലാണ്. നമ്മൾ ഒരുപാട് ദൂരത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീലിങ്സ് ശരിക്കും മനസ്സിലാവുക. അടുത്തുണ്ടാകുമ്പം കണ്ട പോലും ചിലപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല, ഭയങ്കര വഴക്കായിരിക്കും. എന്നാലും ഇത് ഇവളീ നേടുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, എന്തിനും ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. കാരണം എന്താണെന്നറിയോ, എന്നെക്കൊണ്ടൊന്നും പറ്റൂല, ഒരു 2 വീലർ എടുക്കാൻ പറഞ്ഞാലും പറയും എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല. ആ പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ 3 വീലർ ഓടിക്കുന്നത്. ഇതുവരെ 2 വീലർ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും 3 വീലറിൽ ഇത്ര പെർഫെക്റ്റായിട്ട് ഓടിക്കുമെന്ന് എനിക്ക് ഭയങ്കര ആകാംക്ഷയായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായി. കാരണം ഇതെനിക്ക് അയച്ചു തന്നൊരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. സംഭവം ഒരു ഗ്രൗണ്ടിൽ നിന്ന് ഇങ്ങനെ വട്ടം കറക്കുകയാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് ആരെ കൊണ്ടായാലും, നമുക്ക് ഈ ലോകത്ത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള കാര്യം, ഐ ക്യാൻ ഡു ഇറ്റ്, എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളൊരൊറ്റ ചിന്ത മനസ്സിലുണ്ടായാൽ മതി. നമ്മളെ കൊണ്ടായിട്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് തന്നെ ഈ ദുനിയാവിൽ തന്നെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പരിശ്രമിക്കുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക അല്ലേ. പെട്ടെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പറയും എന്നെക്കൊണ്ട് ഇത് പറ്റില്ല. പക്ഷേങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അത് കണ്ടെത്തിയതിന് ശേഷം അത് നേടിയെടുക്കുമ്പോഴാണ് അതിലും വലിയ ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാവുക. അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അതുപോലെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ മുന്നിൽ കാണിച്ചു തരുന്നത് കേട്ടോ. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ കാര്യമാണ്. എൻ്റെ കൂടപ്പുറപ്പ് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഞങ്ങൾ 2 പെൺകുട്ടികളേ ഉള്ളൂ. അതിൽ ഇവള് എന്ന് പറഞ്ഞ എൻ്റെ മൂത്ത സന്തതിയാണ് ഉപ്പാൻ്റെ. അപ്പം ഇവളെ കൊണ്ടൊന്നും പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതി അത് മാറ്റി മറിച്ച് പുള്ളിക്കാരി ഇത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ.